എല്ലാവർക്കും ടോപ്പ് സ്റ്റോക്ക് ട്രേഡർ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇതൊരു പുതിയ ചാനലാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും മാക്സിമം ട്രേഡ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ പല കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ വെറുതെ എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് കിട്ടില്ല. ഓക്കെ, നമുക്ക് നമ്മുടേതായ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു സ്ട്രാറ്റജി, ഒരു ടെക്നിക്കൽ അനാലിസിസ്, അങ്ങനെയൊക്കെ നമുക്ക് പല പേരിൽ അതിനെ വിളിക്കാം. സോ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ആ സിഗ്നൽ കിട്ടുന്നത് അപ്പോൾ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഹിസ്റ്ററിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു 50% to 60% ഡേയ്സും നമുക്ക് ട്രേഡ് കിട്ടാറുണ്ട്. ഓക്കെ, പക്ഷെ ചിലത് മിസ്സായി പോകും. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് സിസ്റ്റത്തിന് മുമ്പിൽ ഉണ്ടാവണം എന്നില്ല. ചില സമയത്ത് ഞാൻ ചിലപ്പോൾ വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാം. ഞാനൊരു ഫുൾ ടൈം ട്രേഡർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു പാർട്ട് ടൈം ട്രേഡർ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ മാക്സിമം ഇന്ന് മുതൽ മാക്സിമം ഞാൻ എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ തംബ്നെയിൽ കൊടുത്ത പോലെ തന്നെ 1791 രൂപ ഇന്ന് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഞാനപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഇന്നത്തെ ട്രേഡ് ഇന്ന് തുടങ്ങാം. അതിനുശേഷം ഞാൻ എങ്ങനെയാണ് വാച്ച് ലിസ്റ്റ്, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം. ഓക്കെ, ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് വളരെ മിനിമം കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് ഞാൻ ട്രേഡ് ചെയ്തത് അതിൻ്റെ ജസ്റ്റ് ഒരു വെരിഫൈഡ് പീനിൽ, എല്ലാ വെരിഫൈഡ് പീനിലും ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. സോ നമ്മൾ ഈ സ്റ്റോക്ക് ഓപ്ഷനാണ് ഞാൻ മെയിനായിട്ടും ഈ മന്ത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ നിഫ്റ്റി ഓപ്ഷൻസും ചെയ്യാറുണ്ട്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്, ഈവൻ ഫ്യൂച്ചറും. ഞാൻ ആക്ച്വലി മൾട്ടിപ്പിൾ സെക്ടറിൽ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, സോ സ്റ്റോക്ക് ഓപ്ഷനിൽ തന്നെ നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ എല്ലാവരും വിചാരിക്കും സ്റ്റോക്കിലാണ് നമ്മൾ അനാലിസിസ് നടത്തേണ്ടത്. അങ്ങനെയല്ല, ശരിക്കും കുറച്ചും കൂടെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന എപ്പോഴും അതിൻ്റെ തന്നെ ഫ്യൂച്ചറിനെ അനലൈസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഫ്യൂച്ചർ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ഓക്കെ, അതിന് ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ ആ സെറ്റ് ഓഫ് കണ്ടീഷൻസ് പ്രകാരം ഇന്ന് എനിക്ക് 3 ഫ്യൂച്ചേഴ്സ് ഞാൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് തന്നെ ഫൈൻഡ് ചെയ്തു, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻഫി, സെക്കൻഡ് വൺ TCS, തേർഡ് വൺ HCL ടെക്. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 3 IT സ്റ്റോക്കാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഡയറക്ഷൻ ഇന്ന് എടുക്കണം, CE എടുക്കണം, PE എടുക്കണം. ഓക്കെ, ചില ഡേയ്സിൽ നമുക്ക് രണ്ടും കിട്ടാറുണ്ട്. അതായത് ചില ഫ്യൂച്ചേഴ്സ് CE, അതായത് മുകളിലേക്ക് അപ്പ് ആയിരിക്കും, ചില ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ചില സ്റ്റോക്സ് PE അല്ലെങ്കിൽ താഴേക്ക് ഡൗൺ ആയിരിക്കും ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ചില സമയത്ത് രണ്ടും കിട്ടാറുണ്ട്, ചില ഡേയ്സിൽ ഒരൊറ്റ ഡയറക്ഷനേ കിട്ടാറുള്ളൂ. ഇന്ന് എനിക്ക് മെയിനായിട്ടും CE മാത്രമാണ് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയുള്ളൂ. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകും, മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഫ്യൂച്ചേഴ്സ് ബൈയിങ് അല്ലെങ്കിൽ മുകളിൽ പോകുന്നുള്ളതാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഒരിക്കലും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മേ ബി ഒരാഴ്ച പ്രെഡിക്റ്റ് ചെയ്താൽ സെക്കൻഡ് വീക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും. സോ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സെറ്റപ്പ് ഉണ്ടാവണം. ഓക്കെ, ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം, ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടാവണം. ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബബിലിറ്റി മാത്രമാണ് പറയാൻ പറ്റുക. ഓക്കെ, മോസ്റ്റ്ലി മാർക്കറ്റ് മുകളിൽ പോവാം അല്ലെങ്കിൽ താഴെ വരാം, അത്രയേ ഉള്ളൂ. അല്ലാതെ 100% ആർക്കും മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതല്ലാതെ ഇത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാനോ ഇത് നിങ്ങൾ നാളെ അപ്ലൈ ചെയ്യണമെന്നോ ഒരിക്കലും അല്ല ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. സോ കാരണം എന്തുകൊണ്ട് സ്റ്റോക്ക് ഓപ്ഷൻ എല്ലാവർക്കും ചോദിക്കാം അല്ലേ, കുറച്ച് റെയർ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ സ്റ്റോക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സിൽ കൂടുതലും കാണുന്നത്.
ഭൂരിഭാഗം പേരും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അങ്ങനെയുള്ള ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വോളറ്റാലിറ്റി സൂപ്പർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം വോളറ്റൈൽ ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റും. ഇഷ്ടംപോലെ വോളിയം ഉണ്ട്. ഓക്കെ, ഈ വോളിയം കൂടുന്തോറും ടെക്നിക്കൽസും ബെസ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നിഫ്റ്റി ഓപ്ഷൻസും അത് സ്ട്രാറ്റജി വേറെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഹിസ്റ്ററി, ഞാൻ പലതും ബാക്ക് ടെസ്റ്റും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടെ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 15,000 10,000 നമുക്ക് ചില സ്റ്റോക്ക് ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, ചിലതിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ മിക്കതിനും 10,000 15,000 നമുക്ക് കിട്ടും. ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തതൊക്കെ ലോ കോസ്റ്റ് ആയിരുന്നു, ലോ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുവഴി പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാൻ നോക്കുന്നത്, നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻ വെച്ചുകൊണ്ടും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പ്രൂവ് ചെയ്യാണ് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, സോ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഓക്കെ, ഇനി ഞാൻ പോയിന്റിലേക്ക് വരാം. സോ ഫസ്റ്റ് തന്നെ 3 ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്തു, അതിൻ്റെ റെസ്പെക്റ്റീവ് ലെവൽസ് കണ്ടുപിടിച്ചു. ഓക്കെ, അതായത് ഏത് ഓപ്ഷനാണ് ഞാൻ ട്രേഡ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സ്ട്രൈക്ക് വിത്ത് സി ഓർ പി, അതിനൊരു ലെവൽ ഉണ്ടാവുമല്ലോ. ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ, മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു 5 മിനിറ്റ്സിലെ കണ്ടുപിടിച്ചു, സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം തന്നെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തേക്കുന്ന, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 3 കിട്ടിയെങ്കിലും 2 സ്റ്റോക്ക് മാത്രമാണ്, ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തുള്ളൂ. അതിൽ ഇൻഫീഡ് വരുന്നത് 1155 CE, അതിൽ 880 രൂപ പ്രോഫിറ്റ് കിട്ടി. അതേപോലെ തന്നെയാണ് ടി സി എസിൻ്റെ ആണെങ്കിലും 2440 CE ആണ് ഞാൻ ട്രേഡ് ചെയ്തത്. അതിലാണെങ്കിൽ 911 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. ഇനി രണ്ടും ഞാൻ ഓരോ ലോട്ട് വെച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, ഞാൻ മിനിമം ക്യാപിറ്റൽ വെച്ചിട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനൊരു മിനിമം ക്യാപിറ്റൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ റഫ്ലി എമൗണ്ട് പറയുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരു 12,000 13,000 അത്രയേ ഉള്ളൂ. അത്രയും ഒരു ഓൾമോസ്റ്റ് ഒരു 10% അടുത്ത് പ്രോഫിറ്റ് കിട്ടിയപ്പോഴത്തേക്കും, ഓൾമോസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, എക്സാക്റ്റ് ഫിഗർ അല്ല, ഏകദേശം അത്രയും കിട്ടിയപ്പോഴത്തേക്കും ഞാൻ രണ്ടും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇതിൽ നമുക്ക് പോവാം. പക്ഷേ എന്താ പറയുക, ഓക്കെ, ഇതിൽ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ ഇത് രണ്ടുമാണ് കിട്ടിയത്, അത് രണ്ടും ട്രേഡ് ചെയ്തു. എക്സാക്ട്ലി എൻ്റെ ആ പോയിന്റിൽ വന്നു, ഞാൻ ട്രേഡ് ചെയ്തു, ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടി, ഒരു ലോട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഓപ്ഷൻ ചാർട്ടിലേക്ക് വരാം. ഓക്കെ, സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നു, ഇത് CPR ആണ്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ടൂളാണ് CPR. ഓക്കെ, ഭയങ്കര ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, CPR ഭയങ്കര എഫക്റ്റീവ് ആണ്. അത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഡെയിലി CPR യൂസ് ചെയ്യുക. അല്ല, നിങ്ങളിപ്പോൾ ഷോർട്ട് ടൈം, വളരെ ഷോർട്ട് ഫ്യൂ ഡേയ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി CPR യൂസ് ചെയ്യാം. അല്ല, കുറച്ച് ലോങ് ടൈം ഒക്കെ ആണെങ്കിൽ മന്ത്ലി CPR യൂസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ട്രേഡിൻ്റെ ടൈപ്പ് അനുസരിച്ച് മാറും. ഓക്കെ, പക്ഷേ ഡെഫിനറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനോ അല്ലെങ്കിൽ ഒരു എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കോൾ ചെയ്യാം, ടൂൾ എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, CPR മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഓക്കെ, കാരണം ഇത് CPR എന്ന് പറഞ്ഞാൽ ഒരു അനാലിസിസ് ടൂളാണ്. ഓക്കെ, പ്ലസ് അതിനൊരു നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസും അത് കാണിച്ചു തരും. ഇത്രയും ഞാൻ പറയുള്ളൂ. ഓക്കെ, സോ ഞാൻ പോയിന്റിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് മാർക്ക് ചെയ്ത ഇൻഫിയിൽ എൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 റുപ്പീസ് ആയിരുന്നു ഓൾമോസ്റ്റ്. ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. യെസ്, ഈ ക്യാൻഡിലാണ്, ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാകും. കണ്ടോ, ഇവിടെ ഒരു ബ്ലൂ കളർ കണ്ടോ? ഓ യെസ്, ഈ ക്യാൻഡിലാണ് എൻ്റെ 42 ലെവൽ കഴിഞ്ഞപ്പോഴാണ്, ബ്രേക്ക് ഔട്ട് കടന്നപ്പോഴാണ് ഞാൻ ഇവിടെ ട്രേഡ് എടുത്തത്, ബൈ ചെയ്തത്.
ഓൾമോസ്റ്റ് ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ റെഡ് മാർക്ക് കണ്ടോ, എക്സാക്ട്ലി ഇതിൻ്റെ ടോപ്പിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ട്രേഡ് ഉണ്ടായിരുന്നത്, കണ്ടോ. അപ്പോൾ അതിനുശേഷം എന്താ, മാർക്കറ്റ് നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു അനാലിസിസ് ഞാൻ നടത്തി, ഓക്കെ ഇതിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നത് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നി, എക്സാക്ട്ലി ഞാൻ ടോപ്പിൽ തന്നെ എക്സിറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് വൺ, വരുന്നത് TCS ആണ്. ഓക്കെ, സോ TCS ആണെങ്കിലും ശരി, എൻ്റെ ലെവൽ ഉണ്ടായിരുന്നത് 64 ആണ്. 64 പ്ലസ് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പോയിന്റ്. സോ ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തത്. ഒരു 60, പക്ഷേ എനിക്ക് എക്സാക്ട്ലി 64 കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അതെ, കുറച്ച് കൂടുതൽ എമൗണ്ടിലാണ് ഞാൻ എടുത്തത്. 65ഓ 66ഓ സംതിങ് എടുത്തു. ഓൾമോസ്റ്റ് ഒരു 80 to 10% ആയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. ആക്ച്വലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് എക്സാക്ട്ലി ആ പോയിന്റിൽ നിന്ന് ഇതാ ഇവിടെ ഒരു 64, അതായത് താഴേക്ക് വരുന്നു, ഈ ലെവലിൽ ടച്ച് ചെയ്ത് ഒരു അല്പം, എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ ക്യാൻഡിലിൽ എന്തോ ആണ് ഞാൻ ട്രേഡ് എടുത്തത്. അതിനുശേഷം ഇത് അടിച്ച് കയറി മോളിൽ പോയി. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 30% അടുത്ത് മോളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയൊന്നും ഹോൾഡ് ചെയ്തില്ല, ഞാൻ വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു 5 to 6 ഒരു 8 to 10% താഴെ ഞാൻ എടുത്തുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഇനി ഞാൻ ട്രേഡ് ചെയ്യാതിരുന്ന ഒരെണ്ണമാണ് HCL ടെക്. ഓക്കെ, സോ ഇതിലും ഞാൻ ഒരു ലെവൽ മാർക്ക് ചെയ്തിരുന്നു. HCL ടെക്കിൽ ഞാൻ മാർക്ക് ചെയ്തത് 36.25 ആണ്. സോ മാർക്കറ്റ് നേരെ താഴെ വന്നു. ഒരിക്കലും ഞാൻ എന്താ പറയുക, എൻ്റെ ലെവലിൻ്റെ മുകളിലാണ് ക്യാൻഡിൽ നിൽക്കുന്നതെങ്കിൽ, പ്രൈസ് നിൽക്കുന്നതിന് ട്രേഡ് എടുക്കാറില്ല, വെയിറ്റ് ചെയ്യും. താഴേക്ക് വന്ന് അത് ബ്രേക്ക്ഔട്ട് നടക്കുമ്പോഴേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. യെസ്, എനിക്ക് ആ ട്രേഡ് കിട്ടി. ഓൾമോസ്റ്റ് ഒരു 9:30 കിട്ടിയിരുന്നു, ബ്രേക്ക്ഔട്ട് നടന്നിരുന്നു, ഈസി ആയിട്ട് എടുക്കായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ എടുത്തില്ല, കാരണം ഓൾറെഡി എൻ്റെ ഫോക്കസ്, ഞാൻ ആ സമയത്ത് വേറെ ഈ ബാക്കി 2 സ്റ്റോക്കിൽ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ട്രേഡ് ഞാൻ എടുത്തില്ല. ഇത് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അപ് ടു നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ ഇവിടെ കണ്ടോ, ആ ലെവൽ ടച്ച് ചെയ്ത് വീണ്ടും മൂളിപ്പോയി. സോ ഒരിക്കലും ഈ ട്രേഡ് എടുത്താലും നഷ്ടം വരില്ലായിരുന്നു, ഒരു ഡീസൻ്റ് ആയ എമൗണ്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു. അതായത് ഒരു 36, 37 എടുത്താൽ പോലും എങ്ങനെ വന്നാലും ഒരു 20% ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്ന് ഞാൻ എടുത്ത ട്രേഡ്. ഞാൻ എങ്ങനെയാണ് ഫ്യൂച്ചേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത്, സ്ട്രാറ്റജി എന്താണ്, അങ്ങനെയുള്ള നിങ്ങൾക്കും കൂടെ ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന, ഞാൻ ഒരിക്കലും ഫുൾ സ്ട്രാറ്റജി ഇതിലൂടെ ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രാറ്റജിയോ ഒരു ലോജിക്കോ ഉണ്ടാവുമല്ലോ. സോ അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറേ ടെക്നിക്സ് ഞാൻ ഇനി മുതൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ, ഒരു ക്ലാസ് പോലെ നിങ്ങൾക്ക് പലതും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് ഞാൻ ഇതിലൂടെ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കുറച്ച് നമ്മൾ ബാക്കി എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ദ ബെസ്റ്റ് ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങൾ നിഫ്റ്റിയോ ഇൻഡെക്സോ ഓപ്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ എന്നോട് ചോദിക്കുകയാണ് ഫ്യൂച്ചർ നല്ലതാണോ എന്ന് ചോദിച്ചാൽ, യെസ്, ഫ്യൂച്ചർ അത് നല്ലതാണ്, പക്ഷെ നമുക്ക് അത്രയും ക്യാപിറ്റൽ വേണം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഓപ്ഷനേക്കാളും ഓപ്ഷൻ ഒരു 20% ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി 80% ഫ്യൂച്ചറിൽ കൊടുക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ റിസ്ക് റിവാർഡ് ബെസ്റ്റായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഡെയിലി ഞാൻ എൻ്റെ ട്രേഡുകൾ ഇവിടെ ഷെയർ ചെയ്യാം. അതുകൂടാതെ എങ്ങനെയാണ് നിങ്ങളുടെ ട്രേഡിങ്ങിനെയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് വീഡിയോസിലൂടെ പറഞ്ഞു തരാം. സോ ആദ്യത്തെ വീഡിയോ ഞാനിവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്കറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. നന്ദി.